ഞാൻ റൂമിലിരിക്കുമ്പോഴാണ് അമ്മേൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞത് സാമ്പാർ വെക്കാൻ പോവാ, വീഡിയോ എടുക്കണമെങ്കിൽ വേഗം ചെല്ലാൻ. അപ്പോൾ തന്നെ കുക്കറിൻ്റെ ഉള്ളിൽ പരിപ്പ് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ കഴുകി വാരി വേവിച്ച പരിപ്പിലേക്ക് ഇടാം. വെണ്ടക്ക മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല. തക്കാളി സവാളയും നമ്മൾ ഇപ്പോഴാണ് അരിഞ്ഞു കഴിഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വെണ്ടക്ക മൂപ്പിക്കണം. വെണ്ടക്കക്ക് വേവ് കുറവായതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാത്തത്. ഇനി നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കൊടംപുളി അതും തിരുമ്മി പുളിവെള്ളം മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ വെണ്ടക്ക മൂപ്പിച്ച് അതും കൂടി സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തു. അതേ ചീനച്ചട്ടിയിൽ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഇതും കൂടി എടുത്ത് നല്ലപോലെ ഇളക്കി അതും കൂടി മൂപ്പിച്ച് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പുളിവെള്ളം കൂടി ഈ മിക്സിലേക്ക് നമ്മൾ ചേർക്കുന്നത്, അതുകൊണ്ടാണ് നല്ല ലൂസായിട്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അതിൽ വെളിച്ചെണ്ണയും കടുകും ഇട്ട് കടുക് പൊട്ടിയ ശേഷം കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് ഒഴിക്കാം. നമ്മുടെ